ഏവർക്കും ദേവതാരുവിലേക്ക് സ്വാഗതം. ഓരോ മാസത്തിലെയും പൗർണമി ദിവസം വീട്ടിൽ വിളക്ക് തെളിയിച്ച് ആദിപരാശക്തിയെ ജഗദംബയെ പ്രാർത്ഥിക്കുന്നത് ദേവീ കടാക്ഷത്തിനും ഐശ്വര്യവർദ്ധനവിനും ദാരിദ്ര്യ ദുഃഖനാശത്തിനും ഏറ്റവും ഉത്തമമായ മാർഗമാണ്. ഓരോ മാസത്തിലെയും പൗർണമി വ്രതത്തിന് ഓരോ ഫലങ്ങളാണ് പറയുന്നത്. ഇതനുസരിച്ച് ഇടവമാസത്തിലെ പൗർണമി വ്രതം വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വിശേഷാൽ നല്ലതാണെന്ന് പറയുന്നു. ഇത്തവണ ക്ഷേത്രങ്ങളിൽ ഇടവത്തിലെ പൗർണമി പൂജയും ഐശ്വര്യ പൂജയും യഥാക്രമം ജൂൺ 11-നും പൗർണമി അർച്ചന ജൂൺ 12-ന് രാവിലെയും എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കും. എല്ലാ വെളുത്തവാവ് ദിവസവും ഒരിക്കലെടുത്ത് വ്രതമനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണെന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളതാണ്. ചന്ദ്രദിശാകാല ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കുവാനായിട്ട് ഈ വ്രതാചാരം വളരെയധികം ഉപകാരപ്പെടും. പൗർണമി നോൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടാനും സാധിക്കും. നാമങ്ങളിൽ ശ്രേഷ്ഠമായ നാമമാണല്ലോ വിഷ്ണുനാമം. 1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം എന്നാണ് പറയപ്പെടുന്നത്. 1000 ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവീനാമമെന്നും ദേവീഭക്തർ വിശ്വസിച്ചു പോരുന്നു. മാതൃസ്വരൂപിണിയാണ് അമ്മ അഥവാ ദേവി. മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല ഭാവവും കഴുകിക്കളയുകയും ദേവീ കടാക്ഷ മഹാത്മ്യം ആർക്കും തന്നെ വിവരിക്കാൻ കഴിയുകയുമില്ല. മനഃശുദ്ധിയും ശരീരശുദ്ധിയും പാലിച്ച് ഈ ദിവസം ഭഗവതിയെ ധ്യാനിച്ച് ദേവീ പ്രീതികരങ്ങളായ മന്ത്രങ്ങളും ആപത്തുധാരക ദുർഗാസ്തോത്രവും, അതായത് ആപത്തുധാരക ഒരു ദേവിയുടെ ഒരു ദുർഗാസ്തോത്രമാണിത്. ദുർഗാ സപ്തശ്ലോഹി തുടങ്ങിയ സ്തുതികളുമൊക്കെ, അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമവും ദേവീ മഹാത്മ്യവുമൊക്കെ ഭാഗവതവും പാരായണം ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായ കാര്യമാണ്. അന്നേ ദിവസം, അതായത് പൗർണമി വ്രതമെടുക്കുന്നവർ അതിരാവിലെ കുളി കഴിഞ്ഞ് ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവീസ്തുതികൾ ജപിക്കുകയും ചെയ്യണം. മനഃശുദ്ധിയും ബ്രഹ്മചര്യവും ആഹാരശുദ്ധിയും പാലിക്കണം. ലഹരി വസ്തുക്കൾ പാടെ ഉപേക്ഷിക്കണം. കഴിയുമെങ്കിൽ തലേന്ന് രാത്രി ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ വളരെയധികം ഉത്തമമാണ്. പഴങ്ങൾ മാത്രം കഴിക്കുകയോ ഒക്കെ ആവാം. സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ച് ദേവീനാമങ്ങൾ ഭക്തിയോടെ, അത് നിലവിളക്ക് എന്ന് പറയുമ്പോൾ നെയ്വിളക്കാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. ഭക്തിയോടെ ദേവീനാമങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ഓരോ മാസത്തിലെയും പൗർണമി വ്രതത്തിന് ഓരോ ഫലങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഈ ചിങ്ങമാസത്തിലാണെങ്കിൽ നമുക്ക് കുടുംബത്തെ ഐക്യം വരുവാനും, കന്നിമാസത്തിലെ പൗർണമി ദിനത്തിൽ സമ്പത്ത് വർധനവിനും, തുലാം മാസത്തിലെ ആ പൗർണമി വ്രതത്തിന് വ്യാധിനാശവും, വൃശ്ചിക മാസത്തിൽ സൽകീർത്തിയും, ധനുമാസത്തിൽ ആരോഗ്യവർദ്ധനവും, കുംഭമാസത്തിൽ ദുരിതനാശനവും, മീനമാസത്തിലെ പൗർണമി വ്രതമെടുത്താൽ ശുഭചിന്ത വർധനയും ഒക്കെ നടക്കും. അതുപോലെ തന്നെ മേടമാസത്തിൽ ധാന്യവർദ്ധനവിനും, ഇടവം വിവാഹ തടസ്സം മാറാനും, മിഥുനം പുത്രഭാഗ്യത്തിനും, കർക്കിടകത്തിലെ പൗർണമി വ്രതം ഐശ്വര്യവർദ്ധനവിനും ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ അന്നേ ദിവസം ദീർഘസുമംഗലി മന്ത്രം ചൊല്ലുന്നത് ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പുണ്യമാണ്. അവരുടെ മംഗല്യഭാഗ്യം വളരെ നാൾ നീണ്ട ദീർഘസുമംഗലിയായിരിക്കുവാനായിട്ട് ഈ മന്ത്രം വളരെയധികം ഉപകരിക്കും. ലളിതേ സുഭഹേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമഃ. അതുപോലെ തന്നെ ദേവി പ്രാർത്ഥനാ മന്ത്രമായ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഈ മന്ത്രങ്ങളൊക്കെ എല്ലാ ദിവസം ചൊല്ലുന്നത് ഉത്തമമാണ്. അതുപോലെ ഭദ്രകാളി ദേവി സ്തുതിയും ഉമാമഹേശ്വര സ്തോത്രവുമെല്ലാം നമുക്ക് ആ ദിവസം വളരെ ഭക്തിയോടെ ജപിക്കാം. ഇടവമാസത്തിലെ പൗർണമി ദിവസം ഉമാമഹേശ്വര പ്രാധാന്യം ആയതിനാൽ തന്നെ ആ ദിവസം ശിവദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുന്നതും വ്രതം നോൽക്കുന്നതും അനുഗ്രഹദായകമാണ്. പാർവതി പരമേശ്വരന്മാരെ ഒരുമിച്ച് ഭജിക്കാവുന്ന സ്തോത്രമാണ് ശങ്കരാചാര്യ എഴുതിയിട്ടുള്ള ഉമാമഹേശ്വര സ്തോത്രം. ഇത് പൗർണമിക്ക് ശിവപാർവതിമാരെ ഇത് ജപിച്ച് അല്ലെങ്കിൽ ഇത് ശ്രവിച്ചാൽ തന്നെ ഇത് സൗഭാഗ്യത്തിനും ദീർഘായുസ്സിനും മംഗളവും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ ഫലശ്രുതി തന്നെ പറയുന്നത്. പൗർണമി സന്ധ്യയ്ക്ക് നെയ്വിളക്ക് തെളിയിച്ച് അതിനു മുമ്പിലിരുന്ന് ജപിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് നൽകുന്നത്. അതിനോടൊപ്പം ഏത് ദേവീ മന്ത്രവും സ്തോത്രവും അഷ്ടോത്തരവും ലളിത സഹസ്രനാമവും ഒക്കെ ജപിക്കാം. സ്വയംവരാർച്ചനയും ഉമാമഹേശ്വര പൂജയുമാണ് ആ ദിവസം നടത്താവുന്ന ഏറ്റവും നല്ല
വഴിപാടുകൾ. അന്നേ ദിവസം എല്ലാവരും തന്നെ വ്രതമെടുത്ത് അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ത്തിനും പാത്രമാവുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.